സാധാരണ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ ABCD 26 അക്ഷരങ്ങളുണ്ടല്ലോ അല്ലേ, അവിടെ നോളേജ് എന്ന അറിവ് എന്ന വാക്ക്, അതുപോലെ തന്നെ വ്യത്യസ്തമായ ഇതുപോലെയുള്ള വാക്കുകൾ, ഇതിൻ്റെയൊക്കെ വാല്യൂകൾ ഇങ്ങനെ കണക്ക് കൂട്ടും. എക്ക് 1, ബിക്ക് 2, സിക്ക് 3 അങ്ങനെ കൂട്ടും. അപ്പോൾ 100 മാർക്ക് കിട്ടുന്ന വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ. ആ 100 മാർക്ക് കിട്ടുന്നതിൽ ഒന്ന് ഏതാണ്? സ്കില്ലാണ്. SKILL എന്ന് അക്ഷരങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ വാല്യൂ കൂട്ടിയാൽ 100ആണ്. അഥവാ വിജയിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് സ്കില്ലുകൾ. സ്കില്ലുകൾ ഉണ്ടായാൽ മാത്രം പോരാ. ഇപ്പോൾ ഈ കാലത്ത് നമ്മുടെ സ്കില്ലുകൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അതിനെ വളർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂളുകൾക്ക് വ്യത്യസ്തമായ പ്രോജക്റ്റുകൾ, പദ്ധതികളൊക്കെ ഉണ്ട്. നമ്മുടെ മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ ഏതൊക്കെയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ ഉള്ളത് എങ്കിൽ നമ്മുടെ മക്കൾ അതിലൊക്കെ ചേർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ ഹൈസ്കൂൾ തലത്തിലൊക്കെ പറയുകയാണെങ്കിൽ ഈ ഗൈഡ് പോലെയുള്ള, സ്കൗട്ട് പോലെയുള്ള, JRC പോലെയുള്ള, ലിറ്റിൽ കൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ടെക്നിക്കൽ ലാബും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ ഒരു ആ മേഖലയിൽ തിരിച്ചുവിടുന്ന കാര്യങ്ങളാണ്. അതിൽ ചില കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും, നമ്മൾ ഞെട്ടിപ്പോവും. ഞാനിത് പറയുന്ന സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് എന്നെ +1 ഒരു കുട്ടിയെ പരിചയപ്പെടുത്തി. അപ്പോൾ അവനെ സാറങ്ങളൊന്നും പരിചയപ്പെടേണ്ട ആളാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല മോനെ എന്താടാ നിന്നെ പരിചയപ്പെടണമെന്നാണല്ലോ ഇവിടുത്തെ സാറ് പറഞ്ഞത്. സാർ ഞാൻ +1 പഠിക്കുന്നത്, പിന്നെ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താടാ സ്റ്റാർട്ടപ്പ്? അപ്പോൾ പറഞ്ഞത് വെബ് ഡിസൈനിങ് ആണെന്നാണ്. +1 പഠിച്ചുകൊണ്ടിരിക്കണ. അത് മാത്രമല്ല, കൊറോണ വന്ന സമയത്ത് അന്ന് അവൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ഓൺലൈൻ ക്ലാസ്സിൽ അവൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് അവനെ സ്കൂളിൽ നിന്ന് എന്ത് ചെയ്ത് TC വാങ്ങിച്ച് കൊണ്ടുപോകാൻ രക്ഷിതാക്കളെ നിർബന്ധിച്ചു ടീച്ചേഴ്സ്. അങ്ങനെ അവൻ അവിടെ നിന്ന് TC വാങ്ങി അന്ന് പിന്നെ ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടി പോകുന്ന സ്ഥാപനത്തിലാണ് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് വെബ് ഡിസൈനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്ത് കാര്യങ്ങളാണ് ചെയ്യണത്? അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ചെറിയ പല കമ്പനീൻ്റെ വെബുകൾ നമ്മളെടുക്കും, അത് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കും, ഡെവലപ്പ് ചെയ്യുക, അതൊക്കെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് പൈസ കിട്ടണോ? ഉണ്ട് സാർ. എത്ര ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഒരു മാസം ഏകദേശം ഒരു 3.5 ലക്ഷം മുതൽ 4.5-5 ലക്ഷം വരെ കിട്ടും. അപ്പോൾ ഞാൻ ഒരു ശ്വാസം വലിച്ചാൻ അറിയാം, ഇത്ര +1 പഠിക്കണമെന്ന് നീ ഒരു മാസം. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഒറ്റയ്ക്കാണെന്ന് ചോദിച്ചു. അല്ല സാർ, എൻ്റെ കൂടെ 5 ആൾക്കാരുണ്ടെന്നാണ്. അപ്പോൾ ഈ 5 ആൾക്കാരിൽ ബിടെക് കഴിഞ്ഞ ആൾക്കാരുണ്ട് 2 പേര്, എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ 2 ആൾക്കാരുണ്ട്, ബാക്കി 2 പേര് അവൻ്റെ കസിനാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോർ ഉപ്പനോട് പറഞ്ഞത് ഇതിന് വേണ്ടിയിട്ട് നീ ഉപയോഗിച്ചതാണ്. കാരണം വളരെ ഹാപ്പിയല്ലേ, ഇപ്പോൾ സ്കൂളിൽ പോകുന്നു, പഠിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഫ്രീ കിട്ടുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കൾ ഇതുപോലെയുള്ള നല്ല സ്കില്ലുകളുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും.